നമസ്കാരം. ലോണും പലിശയും നിത്യ ജീവിതത്തിലെ ഭാഗമായി കഴിഞ്ഞു. അവയുമായി ബന്ധപ്പെട്ട കണക്കുകളും മിക്കവാറും എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മൾ കഴിഞ്ഞയാഴ്ച ചർച്ച ചെയ്തതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ I=PNR/100 എന്ന സൂത്രവാക്യം ഓർമ്മ വച്ചാൽ സാധാരണ പലിശ കണക്ക് കൂട്ടാൻ പ്രയാസമുണ്ടാകില്ല. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ, ഇതിൻ്റെ രീതി കുറച്ച് വ്യത്യസ്തമാണെന്ന് നാം കണ്ടു. കൂട്ടുപലിശ അടക്കം മുതൽ P×1+R/100 എന്ന സൂത്രവാക്യമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുക. കൂട്ടുപലിശയടക്കം മുതൽ കണ്ട് അതിൽ നിന്ന് മൂലധനം കിഴിച്ച് കൂട്ടുപലിശ കാണുകയാണ് വഴി. സാധാരണ പലിശയും കൂട്ടുപലിശയും കെട്ടുപിണഞ്ഞു വരുന്ന കണക്കുകളാണ് മത്സര പരീക്ഷകളിൽ കൂടുതലായും കണ്ടുവരുന്നത്. രണ്ട് സമ്പ്രദായങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലുറച്ചാലേ ഇത്തരം കണക്കുകളെ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ചോദ്യം പരിശോധിക്കാം. 5000 രൂപ ഒരു സുഹൃത്തിൽ നിന്ന് 10% സാധാരണ പലിശയ്ക്ക് കടം വാങ്ങി. 5000 രൂപ തന്നെ ഒരു ബാങ്കിൽ നിന്ന് 10% കൂട്ടുപലിശയ്ക്കും കടം വാങ്ങി. 2 കൊല്ലം പൂർത്തിയാകുമ്പോൾ ഇരുവർക്കും കൊടുക്കേണ്ടി വരുന്ന പലിശയുടെ വ്യത്യാസമെന്ത്? സാധാരണ പലിശ I=PNR/100 എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് സാധാരണ പലിശ കണ്ടെത്താം. 5000 × 2 × 10/100 രൂപ. കൂട്ടുപലിശയടക്കം തുക P×1+R/100 n സമം 5000 × 1+10/100 2. 5000 × 110/100 × 110/100 50 × 121 6050. ഇത് കൂട്ടുപലിശയടക്കം മുതലാണ്. ഇതിൽ നിന്നും മുതൽ കിഴിച്ചാൽ കൂട്ടുപലിശ ലഭിക്കും. 6050 - 5000 1050 രൂപ. ഇനി കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കാം. 1050 - 1000 50 രൂപ. ഇനി ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കാണാനുള്ള എളുപ്പവഴി പരിശോധിക്കാം. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിൽ ആദ്യ വർഷം യാതൊരു വ്യത്യാസവും വരില്ല എന്നുള്ളതാണ്. കൂട്ടുപലിശയടക്കം മുതൽ കാണാനുള്ള ഫോർമുലയായ P×1+R/100 n എന്നതിൽ n=1, അതായത് ഒരു വർഷമാകുമ്പോൾ P×1+R/100 എന്നാകും. അതായത് P×PR/100. ഇതിൽ P മുതലും PR/100 പലിശയുമാണ്. ഇത് PNR/100 എന്ന സാധാരണ പലിശയിൽ n=1 വർഷം എന്ന് കൊടുത്താൽ കിട്ടുന്നതാണ്. ഇനി രണ്ടാം വർഷം എന്തു സംഭവിക്കും എന്ന് പരിശോധിക്കാം. ആദ്യ വർഷത്തെ പലിശ 2 രീതിയിലും തുല്യം തന്നെ ലഭിക്കും. രണ്ടാം വർഷം സാധാരണ പലിശ രീതിയിൽ ഒന്നാം വർഷത്തെ പലിശ തന്നെ വീണ്ടും ലഭിക്കും. എന്നാൽ കൂട്ടുപലിശയിൽ ഒന്നാം വർഷത്തെ പലിശ കൂടി രണ്ടാം വർഷം മുതലിൻ്റെ കൂടെ ചേർക്കും. രണ്ടാം വർഷം പലിശ കണക്കാക്കുന്നതിന് ഈ കൂടിയ മുതലാണ് ഉപയോഗിക്കുന്നത്. ഒന്നാം വർഷത്തെ പലിശയ്ക്ക് കൂടി രണ്ടാം വർഷം പലിശ കണക്ക് കൂട്ടുമെന്നർത്ഥം. അപ്പോൾ രണ്ടാം വർഷം കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുന്നതിന് ഒന്നാം വർഷം ലഭിക്കുന്ന പലിശയുടെ പലിശ കണ്ടാൽ മതി എന്നർത്ഥം. ഇനി നമുക്ക് നേരത്തെ പരിശോധിച്ച കണക്കിൽ ഈ സൂത്രമൊന്ന് പ്രയോഗിച്ചു നോക്കാം. 5000 രൂപയ്ക്ക് 10% പലിശ പ്രകാരം ഒന്നാം കൊല്ലത്തെ പലിശ 500 രൂപയാണ്. ഈ പലിശയ്ക്ക് രണ്ടാം കൊല്ലം 10% പ്രകാരം 50 രൂപ ലഭിക്കും. ഇതാണ് 2 വർഷത്തെയും കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. ഇനി സൂത്രവാക്യത്തിൻ്റെ സഹായം തേടണമെങ്കിൽ
പി തുകയ്ക്ക് 6% പ്രകാരം കൂട്ടുപലിശയ്ക്കും സാധാരണ പലിശയ്ക്കും 2 കൊല്ലം കൊണ്ടുള്ള വ്യത്യാസം പി ഇൻറ്റു R/100 ഘാതം 2 ആയിരിക്കും. നേരത്തെ പരിശോധിച്ച കണക്കിൽ 5000 രൂപയ്ക്ക് 10% പലിശ കണക്കിൽ കൂട്ടുപലിശയ്ക്കും സാധാരണ പലിശയ്ക്കും 2 കൊല്ലം കൊണ്ടുള്ള വ്യത്യാസം 5000 ഇൻറ്റു 10/100 ഇൻറ്റു 10/100 ആയിരിക്കും. ഇത് 50 രൂപയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ കണക്കുകൾ ചെയ്തു നോക്കിയാൽ കൂടുതൽ എളുപ്പമായി വരുന്നത് കാണാം. 2 വർഷത്തിന് പുറമെ കൂടുതൽ വർഷത്തേക്കുള്ള കണക്കുകളും ചിലപ്പോൾ പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിനുള്ള കുറുക്കുവഴികൾ നമുക്ക് അടുത്തയാഴ്ച ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.